ഡിയുടെ കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. കാരണം ഡിയോട് ഞങ്ങൾക്ക് എല്ലായിടത്തും ഒരേ നിലപാടാണ്. ഡി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി കേന്ദ്രത്തിൻ്റെ ഇടപെടൽ നടത്തുന്നൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഡിയുടെ ഒരു നിലപാടിനെയും കോൺഗ്രസ് അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് ഈ കേസിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പുറത്തുവിട്ട ഈ വീണയ്ക്കെതിരെ പുറത്തുവിട്ട ഈ വാർത്താക്കുറിപ്പ് താങ്കൾ അത് വിശ്വസിക്കുന്നില്ല എന്നാണോ? വിശ്വസിക്കാഞ്ഞിട്ടല്ല, ഞങ്ങളത് അന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷെ അത് ഡി അന്വേഷിക്കുമ്പോൾ അതിനെ ഞങ്ങൾ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഡിയെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിലപാടെടുക്കുന്നല്ലാതെ ഡിയോട് ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഒരേ നിലപാട് തന്നെയാണ്. ഈ ഡി കേസിലെ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട് അക്രമത്തിൽ പങ്കെടുത്ത പ്രതികൾ ഇന്നലെ ഇവിടുത്തെ ഒരു IP മെനു ഉൾപ്പെടെയുള്ളവർ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അത് ഊഞ്ഞാലാടുകയും ചെണ്ട കൊട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ഭരണം മാറിയത് അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട് പോലീസ്. അതിൻ്റെ ദോഷമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നടപടി പോലീസ് സ്വീകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന് മുണ്ടും ഷർട്ടും വാങ്ങിച്ചു കൊടുത്ത പോലീസുകാർ വരെയുണ്ട്. അതാ പറഞ്ഞത്, ഭരണം മാറിയത് അറിയാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസ്സുകാർ സ്റ്റേഷനിലിട്ട് തല്ലിയ വിദ്വാനാണ് ഈ ആഘോഷത്തിൻ്റെ പുറയിൽ പ്രവർത്തിച്ച ശക്തി. ഞാൻ പേര് പറയും, മന്ത്രി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം മ്യൂസിയം സ്റ്റേഷനിൽ കോൺഗ്രസ്സുകാരെ തല്ലുന്ന ജോലിയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. ആ വിദ്വാനാണ് ആഘോഷത്തിൻ്റെ പിന്നിൽ. ആ വിദ്വാൻ പറഞ്ഞിട്ടാണ് ഈ പഴയ കൗൺസിലർക്ക് മുണ്ടും ഷർട്ടൊക്കെ വാങ്ങിക്കൊടുത്തു. അതേതായാലും ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട് അത് അവർ തീർത്തോട്ടെ, ഞങ്ങൾക്ക് അതിൽ പങ്കില്ല.